അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, മുഅ്മിനാവുക, ഈമാൻ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ ഒരു നിഅമത്താണ് മുഅ്മിനാവുക, ഈമാൻ ഉണ്ടാവുക എന്ന്. എന്നാൽ നമ്മൾ ഈമാനിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന പല സന്ദർഭങ്ങളിലും നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങൾക്കു വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ട്. നമ്മുടെ രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടി, നമ്മൾ ചെയ്ത തെറ്റുകൾ പൊറുക്കാൻ വേണ്ടി, നമുക്കൊരു വീട് പൂർത്തിയാവാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന കടങ്ങൾ വീടാൻ വേണ്ടി, നമ്മൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി, മക്കൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി, ഇതുപോലെയുള്ള ദുന്യവിയും ഉഖ്റവിയുമായ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ കേണപേക്ഷിക്കാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, അള്ളാഹുവേ, ഞങ്ങളുടെ ഈമാൻ നീ നിലനിർത്തി തരണമേ, ഈമാൻ വർദ്ധിപ്പിക്കണമേ എന്നുള്ളത്. ഈമാൻ വർദ്ധിപ്പിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. എൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്ന വാചകം കസുറമാ യദ്ഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്ന ദുആകളിൽ ഏറ്റവും കൂടുതൽ ദുആ ഏതായിരുന്നു? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നുള്ള വചനമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എൻ്റെ ഹൃദയത്തിനെ നിൻ്റെ ദീനിലായിട്ട് ഉറപ്പിച്ച് നിർത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ദുആ ആയിഷ ബീവി ചോദിക്കുകയാണ്, നബിയെ, നിങ്ങൾ ഏത് സമയവും ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടല്ലോ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹുവിൻ്റെ കൈകളിലാണ് എൻ്റെ ഹൃദയം നിൽക്കുന്നത്. ആ ഹൃദയം അള്ളാഹുവിൻ്റെ കയ്യിൽ, അതായത് ഈമാൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നൂലിൽ കെട്ടിയ ഒരു പട്ടം പോലെയാണ് ഈമാൻ എന്നുള്ളത്. അതെപ്പോഴും നഷ്ടപ്പെടുകയോ എപ്പോഴും വർദ്ധിക്കുകയോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹമായി നൽകിയ ഈമാൻ, മുഅ്മിനാവുക എന്നുള്ളത് മരിക്കുന്നത് വരെ നമുക്ക് നിലനിർത്തണം. മരിക്കുന്ന സമയത്തും നമ്മൾ മുഅ്മിനീങ്ങളായി ഈമാനോടുകൂടി പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം ഉച്ചരിച്ചുകൊണ്ട് മരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ അനന്തരഫലം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതിന് നമ്മൾ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ മുഅ്മിനീങ്ങളാവണം, ഈമാനുള്ളവരാവണം. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവസാനം അവരെയും നമ്മെയും മുത്തുനബിയുടെ കൂടെ സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ.